അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചുമെല്ലാമുള്ള ഗൗരവതരമായ ആലോചനകൾക്ക് വേണ്ടിയാണ് ഇതേപോലെ ഒരു സംവാദം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആലുവ പോലുള്ള പ്രദേശത്ത് ഇതേപോലെയുള്ള ഒരു പരിപാടിക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന സൗഹൃദത്തിൻ്റെ കേരളീയാനുഭവത്തിൻ്റെ ഒരു പരിച്ഛേദമെന്ന് പറയാവുന്ന ഇതേപോലെയുള്ള ഒരു നഗരസ്ഥലിയിൽ നമ്മൾ മതത്തെക്കുറിച്ചുള്ള, മതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശാന്തമായ സംവേദനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. നമുക്ക് 2024 നിൽക്കുമ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വെച്ച് നടന്ന സർവമത സമ്മേളനത്തെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്. നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന, അന്ന് പൊതുവിൽ ഇന്ത്യക്ക് തന്നെ ഒരു പുതിയ അനുഭവമായിരുന്ന സർവമത സമ്മേളനം. നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളോട്, വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ അദ്വൈത വേദാന്തത്തോട്, ശൈവപൂജയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഒക്കെ ദാർശനികമായ വിയോജിപ്പുകൾ സ്വാഭാവികമായി തന്നെ പലർക്കും ഉണ്ടാകാം. അങ്ങനെയുള്ള വിയോജിപ്പുകൾ ഉള്ള ഒരാളാണിത് സംസാരിക്കുന്നത്. പക്ഷേ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരെ ഒരേ വേദിയിലേക്ക് കൊണ്ടുവന്നിരുത്തി അവരോട് മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കുവെക്കാൻ പറയുക എന്ന സംവാദത്തിൻ്റെതായൊരു സംസ്കാരം, ആ സംസ്കാരം കേരളത്തിന് പരിചയപ്പെടുത്താനും കേരളത്തിൽ നട്ടുപിടിപ്പിക്കാനും കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരടിക്കല്ലായി അതിനെ നിർവചിക്കുവാനും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ചരിത്രപരമായ ഇടപെടലിന് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അന്നത്തെ കേരളം തന്നെ വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സമ്മേളനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായി സഹോദരൻ അയ്യപ്പനെയും മിതവാദി കൃഷ്ണനെയുമെല്ലാം പോലെയുള്ള കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരെ കൂടി നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മതപണ്ഡിതന്മാരെ ആദരപൂർവം സ്വീകരിക്കുകയും അവരുടെ പ്രഭാഷണങ്ങൾക്ക് വളരെ ഗൗരവത്തോടുകൂടി ചെവി കൊടുക്കുകയും അവയെല്ലാം വിനിമയം ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായി നിലകൊള്ളുകയും എല്ലാം ചെയ്ത അന്നത്തെ യുക്തിവാദികൾ. നമ്മൾ പക്ഷേ ദൗർഭാഗ്യവശാൽ
ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ നമ്മൾക്ക് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സ്വയം സംക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമിടയിൽ വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും എല്ലാം വിത്തുകൾ വിതക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ നിക്ഷിപ്തമായ താൽപര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രതിലോമപരമായ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. യുക്തിവാദികൾ രൂപം മാറി കോലം മാറി ഒരു സംവാദത്തിന്റെ സംസ്കാരം പോലും നഷ്ടപ്പെട്ട് മതവിശ്വാസികളോട് സംയമനത്തോടുകൂടി പെരുമാറാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അധപ്പതിക്കുകയും അവരുടെ ചർച്ചകൾ എന്ന് പറയുന്നത് കേവലം ഭത്സനങ്ങളായി തീരുകയും ഇസ്ലാമോഫോബിയയുടെ ഉടൽ രൂപങ്ങളായി അവർ പൈശാചിക നൃത്തം ചവിട്ടുകയും പാശ്ചാത്യ ലോകത്ത് ഭീകരാക്രമണങ്ങൾക്ക് പോലും നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുകയുമെല്ലാം ചെയ്യുന്ന സാഹചര്യം. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. മതം മാന്യമായി ശാന്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങൾ നമുക്ക് നഷ്ടമാകണം എന്നത് ആരുടെ വാശിയാണ്? ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പരസ്പരം അറിയാനും മനസ്സിലാക്കാനും അടുത്തിരിക്കാനും ഇടപഴകാനും സ്നേഹം പങ്കുവെക്കാനും അവരവരുടേതായ വിശ്വാസങ്ങളെക്കുറിച്ച് വളരെ തന്മയത്വത്തോടുകൂടി പരസ്പരം പങ്കുവെക്കാനുമെല്ലാം കഴിയുന്നൊരു പൊതു സാമൂഹിക സാഹചര്യം, നാരായണ ഗുരുവിനെ പോലൊരാൾ സ്വപ്നം കണ്ടൊരു സാമൂഹിക സാഹചര്യം, അദ്ദേഹത്തെ പോലൊരാൾ നിർമ്മിക്കുവാൻ വേണ്ടി ശ്രമിച്ചൊരു സാമൂഹിക സാഹചര്യം, ആ സാമൂഹിക സാഹചര്യത്തെ കുരുതി കൊടുത്ത് കേരളത്തെ മറ്റെന്തൊക്കെയോ ആക്കി തീർക്കണമെന്ന് ആർക്കാണ് വാശി? ഇവിടെയാണ് നമ്മൾ പ്രതിരോധിക്കുമെന്നും ചെറുത്തു നിൽക്കുമെന്നും നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇവിടെ കേരളത്തിന്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അത് കേവലം ഇവിടുത്തെ മലകളുടെ പച്ചപ്പല്ല, ഇവിടെയുള്ള നിബിഡമായ വൃക്ഷത്തലപ്പുകളോ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളോ മാത്രമല്ല കേരളത്തെ കേരളമാക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ആലുവ പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയോ ഇടപ്പള്ളി രാഘവൻ നായരുടെയോ ഒക്കെ വരികളിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കേരളീയ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ആ സൗന്ദര്യത്തിന്റെ പൂർണ്ണത ഇവിടെ മതാതീതമായൊരു മാനവിക സാഹോദര്യം നിലനിൽക്കുന്നതിൽ കൂടിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ സൗന്ദര്യത്തെ ആർക്കു വേണ്ടിയും ബലി കൊടുക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയാണ് ഇതേപോലെയുള്ള പ്രദേശങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വികാരങ്ങളുടെ എല്ലാം ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഇതേപോലെയുള്ള സ്നേഹ സംവാദങ്ങൾക്ക് നിഷ് ഓഫ് ട്രൂത്ത് പോലുള്ള കൂട്ടായ്മകൾ യഥാർത്ഥത്തിൽ മുൻകൈയെടുക്കുന്നതും. നമ്മൾക്ക് എന്തുകൊണ്ട് മതം തുറന്ന് ചർച്ച ചെയ്തുകൂടാ? ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പള്ളികൾ മദ്രസകൾ എല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ഇസ്ലാം എന്ന് കേരളത്തിലെ അമുസ്ലിങ്ങൾക്ക് അറിയുവാനുള്ള സാഹചര്യങ്ങൾ, ഇസ്ലാമിനെ കുറിച്ച് അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ തുറന്നു ചോദിക്കുവാനുള്ള അവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്നത് നമ്മളുടെ സാമൂഹിക ബന്ധങ്ങളുടെ കണ്ണികളെ കൂടുതൽ ശക്തമാക്കുകയും നമ്മൾക്കിടയിലുള്ള വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയുമെല്ലാം വിത്തുകളെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യും എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അറിയാൻ അവസരമില്ലാതെ നമ്മളിങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായി പരസ്പരം മിണ്ടാൻ, ചിരിക്കാൻ, പറയാൻ, ചോദിക്കാൻ, മനസ്സിലാക്കാൻ സന്ദർഭങ്ങളില്ലാതെ, സാഹചര്യങ്ങളില്ലാതെ നമ്മൾ വെവ്വേറെ അറകളിൽ വീർപ്പുമുട്ടി കിടക്കുന്നതിന് പകരം നമ്മൾ തുറന്ന് ചർച്ച ചെയ്യാൻ സന്നദ്ധമാവണമെന്നും ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നുമാണ് ഇതേപോലുള്ള പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ മതം എന്ന് പറയുമ്പോൾ ആ മതം തന്നെ എന്തോ ഒരു സ്ഫോടനാത്മകമായ ഒരു സാധനമാണ് എന്നും അതിനെ കുറിച്ചുള്ള എല്ലാതരം സംസാരങ്ങളും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നുമെല്ലാം വിചാരിക്കുന്നവരുണ്ടാകാം. അവിടെ അങ്ങനെയല്ല എന്നും മതം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ താളമാണ് എന്നും
നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ദർശനമാണ് എന്നും ആ മതം ഇല്ലാതായാൽ മനുഷ്യന്റെ ജീവിതം അടിസ്ഥാനപരമായി തന്നെ തകർന്നു പോകുമെന്നും മതത്തിന്റെ ദുരുപയോഗങ്ങളാണ് പലപ്പോഴും മതമായി മനസ്സിലാക്കപ്പെടുന്നത് എന്നുമുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. മതത്തിന്റെ ദുരുപയോഗങ്ങൾക്ക് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവുകയല്ല. മോശെ പ്രവാചകന്റെ, പഴയ നിയമത്തിന്റെ, ബൈബിളിന്റെ എല്ലാം ഒരു ഭൂമികയിൽ കയറി നിന്നുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം ഫിലസ്തീനിലുണ്ടായിരുന്ന മനുഷ്യരെ, തദ്ദേശീയരെ പുറത്താക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ കാണുന്നു. നമ്മുടെ ഞെട്ടലുകൾ മാറുന്നില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസയിൽ ഒരു ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറി അവിടെ തീവെപ്പ് നടത്തി അവിടെ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന, ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, ലോകത്തിന് പരിചയമുള്ള യുദ്ധ നിയമങ്ങളെല്ലാം തന്നെ ആ തീവപ്പിൽ കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷമാണ്. മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി, ആശുപത്രികളിലേക്ക് കടന്നു കയറാൻ വേണ്ടി, രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുവാൻ വേണ്ടി, അവിടെ പോലും പോയി തീവയ്ക്കുവാൻ വേണ്ടി മതത്തിന്റെയും മതപ്രമാണങ്ങളുടെയും പേരിൽ സംസാരിച്ചുകൊണ്ട് ആരംഭിച്ചവർ സന്നദ്ധമാകുന്ന സ്ഥിതിവിശേഷം. തീർച്ചയായും അത്തരമൊരു ലോകക്രമത്തിൽ മതം തെറ്റിദ്ധരിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മതം ഇതൊന്നുമല്ല എന്നും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്നവരാണ് ഇതേപോലെയുള്ള ക്രൂരതകൾക്കുള്ള മുഖം മൂടിയാക്കി മതത്തെ മാറ്റുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ എന്താണ് മതം? എന്താണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ ദൗത്യം? എന്താണ് മതം മനുഷ്യരോട് സംസാരിക്കുന്നത്? അത് നമ്മൾ ആലോചിച്ചേ മതിയാകൂ, ചിന്തിച്ചേ മതിയാകൂ, നമ്മൾ തുറന്ന് സംസാരിച്ചേ മതിയാകൂ, നമ്മുടെ ധാരണകൾ പരസ്പരം പങ്കുവെച്ചേ മതിയാകൂ. അത് നമ്മളെ അടുപ്പിക്കുകയില്ല, പരസ്പരം അടുപ്പിക്കുക മാത്രമേ ചെയ്യൂ എന്നതാണ് യാഥാർത്ഥ്യം. 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധനായ ഒരു കഥാകാരൻ ഉണ്ടായിരുന്നു. ആൽബേർ കമ്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആൽബേർ കമ്യു മലയാളത്തിന് പോലും സുപരിചിതനായ കഥാകാരനാണ്. അദ്ദേഹത്തിന്റെ കഥകൾ, നാടകങ്ങൾ, ലേഖനങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എല്ലാം ഇവിടെ വ്യാപകമായി വായിക്കപ്പെട്ടു. ഫ്രഞ്ച് കോളനിയായിരുന്ന അൾജീരിയയിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ, പ്രധാനമായും ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അവിടെ അൾജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് കടന്നു കയറി അവിടുത്തെ മനുഷ്യരെ പീഡിപ്പിച്ച് അടിമകളാക്കി വെച്ച് അവിടെ ഫ്രാൻസ് നിർമ്മിച്ച ഒരു കോളനി, ആ കോളനിയിൽ ജീവിച്ചുകൊണ്ട് അവിടെ ഫ്രഞ്ചുകാരൻ തന്നെയായ അദ്ദേഹം നടത്തിയ സൈദ്ധാന്തികമായ അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിൽ 1942 പുറത്തു വന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഗ്രീക്ക് പുരാണങ്ങളിലുള്ള ഒരു കഥാപാത്രത്തെ കുറിച്ചാണ്. നമ്മുടെ നാറാണത്ത് ഭ്രാന്തനോട് സമാനതയുള്ള ഒരു കഥാപാത്രം. അദ്ദേഹം പറയുന്ന ഈ കഥാപാത്രം, അയാളുടെ പ്രത്യേകത, വലിയൊരു ഉരുളൻ കല്ല് ഒരു മലക്കു മുകളിലേക്ക് തള്ളിക്കയറ്റി കൊണ്ടുപോയി ആ മലയുടെ ഏറ്റവും മുകളിലെത്തുമ്പോൾ കൈവിടുകയും അങ്ങനെ ആ പാറക്കല്ല് താഴേക്ക് തന്നെ പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുകയും വീണ്ടും താഴേക്ക് വരികയും വീണ്ടും ആ പാറക്കല്ല് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്ന, ഇതൊരു ശിക്ഷ പോലെ ആവർത്തിക്കാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യാസ്തിത്വത്തിന്റെ അർത്ഥം, മനുഷ്യാസ്തിത്വത്തിന്റെ ലക്ഷ്യം, അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇതിനേക്കാൾ പ്രയാസകരമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ദൗത്യമെന്ന്, എന്താണ് മനുഷ്യാസ്തിത്വത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുവാനാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിയണം, അത് അസാധ്യമാണ്. കാരണം മനുഷ്യ ജീവിതത്തിന് ഒരർത്ഥമില്ല, മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല, മനുഷ്യാസ്തിത്വത്തിന് അങ്ങനെയൊരു പൊരുളില്ല. അത് നിങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പ്രകൃതിയെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറെ മുന്നോട്ട് പോകും. പാറക്കല്ല് നിങ്ങൾ മലയുടെ ഏറ്റവും മുകളിലെത്തും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഈ അന്വേഷണം വഴിയിലെവിടെയോ പിഴച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ്. ആ പാറക്കല്ല് താഴേക്ക് തന്നെ ഉരുണ്ടു വീഴുന്നത് നിങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും.
നിങ്ങൾ വീണ്ടും ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ ശ്രമിക്കും, മറ്റു ജീവജാലങ്ങളെ നിരീക്ഷിക്കാൻ ശ്രമിക്കും, മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ നിരീക്ഷിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ നാലുപാടും നിരീക്ഷണങ്ങൾ നടത്തി, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് വലിയ വ്യായാമങ്ങൾ നടത്തി മനുഷ്യാസ്തിത്വത്തിന്റെ അർത്ഥം കണ്ടെത്തി എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴേക്ക് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കല്ല് താഴേക്ക് തന്നെ ഉരുണ്ട് വീണു പോകും. മനുഷ്യാസ്തിത്വത്തിന്റെ അർത്ഥം അതൊരിക്കലും പിടികിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചറിയേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ നമ്മൾക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഇത് ആലോചിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾക്ക് അതിന്റെ ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലായാലും പിന്നെയും നമ്മൾ അതിനെപ്പറ്റി സ്വയം പുകഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ചോദ്യത്തിന്റെ പിന്നാലെ ഭ്രാന്തമായി ഓടിക്കൊണ്ടേയിരിക്കും. ഈ ഭൂമിയിൽ, ഈ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ, പ്രകൃതിയിലെ ലക്ഷക്കണക്കിന് ജീവജാതികളിൽ അവർക്കൊന്നുമില്ലാത്ത അസ്തിത്വത്തെ സംബന്ധിച്ച ഭാരമുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചുമലിൽ മാത്രം വന്ന് ഇങ്ങനെ വീണ് കിടക്കുകയാണ്, ഒരു ചെങ്ങല പോലെ. ആ ചെങ്ങലയിൽ നിന്ന് നമ്മൾക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവിടെ നിങ്ങൾ ഈ തരത്തിലുള്ള ഈ ഗ്രീക്ക് കഥാപാത്രത്തിന്റെ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാറാണത്ത് ഭ്രാന്തന്റെ തരത്തിലുള്ള ഒരു വൃഥാ വ്യായാമം മാത്രമാണ് നിങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല. അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം അതുകൊണ്ടാണ് ലോകത്ത് ദി ഫിലോസഫി ഓഫ് ദി അബ്സേർഡ് എന്നറിയപ്പെട്ടത്. അബ്സേഡിറ്റിയുടെ, അസംബന്ധത്തിന്റെ തത്വശാസ്ത്രം. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ലക്ഷ്യം എന്താണ്, ദൗത്യം എന്താണ് എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്തുക, അർത്ഥം കണ്ടെത്തുക അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം. അസ്തിത്വപരമായ അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം തേടിയ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ എഴുത്ത് പുരോഗമിക്കുന്നത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവുകയല്ല. കമ്മ്യൂ ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അവയിൽ പലതിനോടും വിയോജിക്കുമ്പോഴും അതിന്റെ ചില തലങ്ങളോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന്, അതിന്റെ ദൗത്യം എന്താണ് എന്ന് കേവലമായ പ്രാപഞ്ചിക നിരീക്ഷണങ്ങൾ വഴി, കേവലമായ പ്രകൃതി വിശകലനങ്ങൾ വഴി, കേവലമായ സ്വഭാവ പഠനങ്ങൾ വഴി, കേവലമായ സാമൂഹിക പഠനങ്ങൾ വഴി, കേവലമായ ചിന്താ വ്യായാമങ്ങൾ വഴി കണ്ടെത്താൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം, അത് ഒരു തരം ഈ മലയുടെ മുകളിലേക്ക് കല്ല് കയറ്റി പിന്നീട് അതിന്റെ പിടിവിടേണ്ടി വരുന്ന തരത്തിലുള്ള വ്യർത്ഥമായ ഒരു ഏർപ്പാടാണ് എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ശരിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലോക ചരിത്രം നമുക്കറിയാം. തത്വശാസ്ത്രത്തിന്, ഫിലോസഫിക്ക് വലിയൊരു ചരിത്രമുണ്ട്. ആ ഫിലോസഫിയുടെ ചരിത്രത്തിൽ തലയെടുപ്പുള്ള മഹാബുദ്ധിജീവികൾ ഉണ്ടായിട്ടുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ പല നാഗരികതകളിലായി ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിജീവികൾ മുഴുവൻ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ദൗത്യം എന്താണ്, നമ്മൾ എന്തുകൊണ്ടിവിടെ, നമ്മൾക്ക് എന്താണ് ഇവിടെ പണി, എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മുഴുവൻ ഈ തത്വചിന്തകന്മാർ മുഴുവൻ തലകുത്തി മറിഞ്ഞിട്ട് അവർക്ക് മുഴുവൻ കിട്ടിയത് 100 ഉത്തരങ്ങളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിലൊരു ഉത്തരത്തെയും ശരിവെക്കുവാൻ പ്രത്യേകമായ എന്തെങ്കിലും തെളിവുകൾ അവരാരും ഹാജരാക്കിയിട്ടില്ല. അവരുടെ ബുദ്ധിയുടെ വലുപ്പത്തെ, അവരുടെ ചിന്തയുടെ മൂർച്ചയെ പ്രമാണമാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മഹാബുദ്ധിജീവികളും ചിന്തകന്മാരുമായ 10 പേരെ എടുത്താൽ 10 പേർക്കും വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളും ഊഹങ്ങളുമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ മതം പ്രസക്തമാകുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിനെ കുറിച്ചുള്ള സാമാന്യമായ ഒരു ധാരണ പകരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇസ്ലാം ഒരാശയം എന്ന നിലക്ക് പ്രസക്തമാകുന്നത് അവിടെയാണ്. ഇസ്ലാം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ്. മനുഷ്യ, കമ്മ്യൂ പറഞ്ഞതുപോലെ നീ നിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആലോചനകൾക്ക് അറുതി വരുത്താൻ ഏതെങ്കിലും നവനാസ്തികർ അവർ സുഖലോലുപതയുടെ മുദ്രാവാക്യങ്ങളുമായി കടന്നു വന്നതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആ ആലോചനകൾ ഒരിക്കലും അറ്റുപോകില്ല. ഇവിടെയുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള സചേതനവും അചേതനവുമായ പ്രപഞ്ചത്തിന്റെ കേവലമായൊരു ഭാഗമല്ല നമ്മൾ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഞാനിവിടെ ജനിക്കുന്നു, ജീവിക്കുന്നു, വളരുന്നു, ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, ഇടപെടുന്നു,
സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. സർഗാത്മകമായ പലതരത്തിലുള്ള തലങ്ങളിലൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. എനിക്ക് സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നു, എനിക്ക് ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള വിജയപരാജയങ്ങൾ ഞാൻ അനുഭവിക്കുന്നു, അനീതികളും ക്രൂരതകളും ഉണ്ടാകുന്നു, കാരുണ്യത്തിന്റെ മഹാവർഷങ്ങൾ ഉണ്ടാകുന്നു. ഇവക്കിടയിലൂടെയെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം, ആ ജീവിതം അമൂല്യമായ ജീവിതം, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം, ആ ജീവിതം ഒരു നാൾ പൊടുന്നനെയൊടുങ്ങുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ഏതു മനുഷ്യനും സ്വാഭാവികമായും ആലോചിച്ചു പോകും. അവിടെ ഇസ്ലാം പറയുകയാണ്, ഇല്ല മനുഷ്യ, നീ എത്ര തന്നെ ആലോചിച്ചാലും നിനക്ക് സ്വന്തമായി എന്താണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിനക്കാരാണോ ജീവിതം നൽകിയത് അവൻ തന്നെയാണ് എന്താണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ദൗത്യവും എന്ന് നിനക്ക് പറഞ്ഞു തരേണ്ടത്. അവൻ തന്നെയാണ് നിന്നെ അത് പഠിപ്പിക്കേണ്ടത്. അവൻ തന്നെയാണ് ആ വിഷയത്തിൽ വെളിച്ചം പകരേണ്ടത്. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ, സംവിധാനിച്ചതെങ്കിൽ അവനാണ് നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല പ്രതിഭാസങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അവൻ തന്നെയാണ് നിന്നെ എന്തിനു വേണ്ടി പടച്ചു എന്നും എങ്ങനെയാണ് നീ ഇവിടെ ജീവിക്കേണ്ടത് എന്നും നിനക്ക് പറഞ്ഞു തരേണ്ടത്. ആ മാർഗദർശനത്തിലേക്ക് തിരിയുകയല്ലാതെ, ആ മാർഗദർശനത്തെ അനുധാവനം ചെയ്യുകയല്ലാതെ ജീവിത ലക്ഷ്യമെന്താണ് എന്ന ചോദ്യത്തിന് സംതൃപ്തമായ ഉത്തരം കിട്ടാൻ നിന്റെ കയ്യിൽ മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലു ഇമ്രാനിലെ 83 മുതൽ 85 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുക. അവിടെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, അഫഗൈറ ദീനില്ലാഹി യബൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗദർശനമല്ലാത്ത, പ്രപഞ്ച സ്രഷ്ടാവിന്റെ മാർഗദർശനമല്ലാത്ത, പ്രപഞ്ച സ്രഷ്ടാവിൽ നിന്നുള്ള വെളിപാടുകളല്ലാത്ത ഏതെങ്കിലും മാർഗദർശനത്തെയാണോ, നിയമങ്ങളെയാണോ, ചിന്തകളെയാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ പുൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അറിയണം, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും യഥാർത്ഥത്തിൽ അവന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ് ഖുർആനിന്റെ പ്രസ്താവന. ഇവിടെ ഒരു മരം എങ്ങനെയാണ് ജീവിക്കുന്നത്, ഒരു ഉറുമ്പ് എങ്ങനെയാണ് ജീവിക്കുന്നത്, ഒരു ആന എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവിടെ ഒരു പറവ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇവിടെ ഒരു അമീബയും നീലത്തിമീങ്കലവും എങ്ങനെയാണ് ജീവിക്കുന്നത്, അവയൊക്കെ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്, അനുധാവനം ചെയ്തുകൊണ്ടാണ്, അവനിൽ നിന്നുള്ള മാർഗദർശനത്തെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യ, നിനക്ക് അസ്തിത്വത്തിന്റെ അർത്ഥമറിയണമെങ്കിൽ, അസ്തിത്വത്തിന്റെ ലക്ഷ്യമറിയണമെങ്കിൽ അവനിലേക്ക് തന്നെ നീയും തിരിയണം. ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ച സ്രഷ്ടാവിൽ നിന്നുള്ള മാർഗദർശനത്തെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവനിലേക്ക് തന്നെ നീയും നിന്റെ മുഖത്തെ തിരിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇവിടെ മതം എന്ന് പറയുമ്പോ, പ്രപഞ്ച സ്രഷ്ടാവിനെ കുറിച്ച് പറയുമ്പോ, പ്രപഞ്ചനാഥനെ കുറിച്ച് പറയുമ്പോ, നിർഭാഗ്യവശാൽ നമ്മളുടെ സമൂഹത്തിലുള്ള സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. പ്രപഞ്ച സ്രഷ്ടാവിനെ ആർക്കും പരിചയമില്ല, അവനുമായി ആർക്കും വിശേഷിച്ച് ബന്ധമൊന്നുമില്ല. അവന്റെ മുന്നിൽ കുമ്പിടാൻ, പ്രണമിക്കുവാൻ മതവിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് നേരമില്ലാതായിരിക്കുന്നു. നമ്മൾക്ക് ദൈവങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇവിടെ പലതും ദൈവമായി സങ്കല്പിക്കപ്പെടുന്നു. തീർച്ചയായും നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ. പക്ഷേ ആ ദൈവസങ്കല്പങ്ങൾക്കിടയിൽ നമ്മളൊരു സൂക്ഷ്മദർശിനി വെച്ചു നോക്കിയാൽ പോലും ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവനായ, സൃഷ്ടാവായ, നിയന്താവായ, ഏകനായ, എല്ലാവരും അംഗീകരിക്കുന്ന സകല മനുഷ്യരുടെയും സൃഷ്ടാവായ ആ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യരുടെ വിഭാവനങ്ങളിൽ നിന്ന് പോലും അവയുടെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് വിസ്ഥാപിക്കപ്പെടുകയും അതിന്റെ സ്ഥാനത്ത് മറ്റു പലതരത്തിലുള്ള ഈശ്വര ദൈവസങ്കല്പങ്ങൾ കുടിയിരുത്തപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി തന്നെ തിരുത്തുന്നത് ഈ ഒരു സാഹചര്യത്തെയാണ്. അങ്ങനെയല്ല, പ്രപഞ്ച സൃഷ്ടാവാണ് നിങ്ങളുടെ ദൈവം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഏകനായ തമ്പുരാൻ, അവനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആരാധ്യൻ. അവനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അവനെയാണ് നിങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടത്. അവനിൽ നിന്നുള്ള മാർഗദർശനങ്ങൾക്കാണ് നിങ്ങൾ കാതോർക്കേണ്ടത്. ആ മാർഗദർശനങ്ങൾക്ക് നിങ്ങൾ കാതോർക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്കിടയിലേക്ക് പ്രവാചകന്മാർ കടന്നു വരുന്നത്. പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള ദൂതുമായി, അവനിൽ നിന്ന് കിട്ടിയ വെളിപാടുകളുമായി, അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുമായി നിങ്ങൾക്കിടയിലേക്ക് പ്രവാചകന്മാർ കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന്മാരാണ് നിങ്ങൾക്ക് മതം എന്താണ് എന്ന് പഠിപ്പിച്ചു തന്നത്. പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്മാരുടെ പേരിൽ പോലും പലപ്പോഴും സമൂഹം പലതായി പകുക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നമ്മളുടെ നാട്ടിലുള്ളത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഉമ്മയുടെ പേരായിരിക്കും പലരുടെയും മനസ്സിലേക്ക് കടന്നു വരിക. ഇത് ഒരു ഡിസംബർ കാലമാണ്. ഇവിടെ യേശുവിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. യേശു ഇസ്ലാമിന്റെ പ്രവാചകനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ആദരപൂർവം അനവധി തവണ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന, ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മഹാവ്യക്തിത്വമാണ് ക്രിസ്തു യേശു എന്ന്, അദ്ദേഹത്തെ ഒരു മഹാപ്രവാചകനായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു എന്ന്, അദ്ദേഹത്തിന്റെ മാതാവായ കന്യാമറിയത്തെ മുസ്ലിങ്ങൾ വിശുദ്ധയായ മാതൃകയായ ഒരു മഹിളാരത്നമായി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്ന് മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അവരുടെ വേദഗ്രന്ഥത്തിൽ പേരെടുത്ത് പറയപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സ്ത്രീരത്നമാണ് അവർ എന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് എന്തുമാത്രം പറയും. പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ യേശു ഒരു മതവിഭാഗത്തിന്റെ പ്രവാചകൻ, മുഹമ്മദ് വേറൊരു മതവിഭാഗത്തിന്റെ പ്രവാചകൻ, മോസസ് മറ്റൊരു മതവിഭാഗത്തിന്റെ പ്രവാചകൻ എന്ന തരത്തിൽ അവിടെയും വിഭാഗീയതയുടെ കരിമ്പുതപ്പുകളുമായി കൊണ്ടുവന്ന് മനുഷ്യരെ അവക്കുള്ളിൽ ഉറക്കിക്കിടത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇല്ല, നിങ്ങൾ ലോകത്തിലെ മാനവരാശിയെ ഒരൊറ്റ കുടുംബമായാണ് നിങ്ങൾ കാണേണ്ടത്. അവരെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ദൈവമാണ്, ഒരേ പ്രപഞ്ചനാഥൻ. ഹിന്ദുവിനൊരു ദൈവം, ക്രിസ്ത്യാനിക്കൊരു ദൈവം, മുസ്ലിമിനൊരു ദൈവം ഇങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല. വ്യത്യസ്ത മതവിഭാഗങ്ങളെ വ്യത്യസ്ത പടച്ചവന്മാരല്ല സൃഷ്ടിച്ചത്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഒരേ പടച്ചതമ്പുരാനാണ് സൃഷ്ടിച്ചതെങ്കിൽ അവർക്കിടയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം ആ ഒരേ പടച്ചതമ്പുരാനിൽ നിന്നുള്ള ദൂതുമായി, ദൗത്യവുമായി കടന്നു വന്ന പ്രവാചകന്മാരായിരിക്കും. അവരെല്ലാം പ്രചരിപ്പിച്ചത്, പഠിപ്പിച്ചത് ഒരേ സന്ദേശങ്ങളായിരിക്കും. ചരിത്രത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ അവരെല്ലാം ഒരേ സന്ദേശങ്ങളാണ്, ഒരേ ആശയങ്ങളാണ്, ഒരേ വിശ്വാസങ്ങളാണ്, ഒരേ തരത്തിലുള്ള ദർശനങ്ങളാണ് അവരെല്ലാം പഠിപ്പിച്ചത് എന്ന പരമമായ യാഥാർത്ഥ്യം ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ ആ വചനത്തിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള വചനത്തിൽ ഖുർആൻ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നത് അതാണ്. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. അബ്രഹാമിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇസ്ഹാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇസ്മായേലിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇസ്ഹാക്കിന്റെ സന്തതി പരമ്പരകളിൽ അവരിൽ നിന്നുള്ള പ്രവാചകന്മാരിൽ യാക്കൂബിന്റെ മക്കളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതേപോലെ മോശയിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇവരിലെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് പോലെ ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെയാളായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാനാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ പ്രവാചകന്മാർക്കിടയിൽ ഖുർആൻ അവിടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ആ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. ആ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും കൽപ്പിക്കുന്നില്ല. ആ പ്രവാചകന്മാരെല്ലാം തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്നുള്ള ദൂതുമായി മനുഷ്യർക്കിടയിലേക്ക് കടന്നു വന്നതാണ് എന്ന യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, മതം എന്ന് പറയുന്നത് ഇതാണ്. മതം എന്ന് പറഞ്ഞാൽ തത്വചിന്തകന്മാരുടെ ഭാവനകളല്ല. മതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബുദ്ധിജീവികളുടെ അധര വ്യായാമങ്ങളല്ല. മതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ആത്മീയതയെ വിറ്റ് പണമുണ്ടാക്കുന്നതിന് വേണ്ടി അവർ സ്വന്തമായി എഴുതിയുണ്ടാക്കിയ നിയമങ്ങളോ തത്വങ്ങളോ അല്ല. യഥാർത്ഥത്തിലുള്ള മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഉറുമ്പിന്റെയും ആനയുടെയും സൃഷ്ടാവ്, അമീബയുടെയും നീലത്തിമിംഗലത്തിന്റെയും സൃഷ്ടാവ്, ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും സൃഷ്ടാവ്, ആ സൃഷ്ടാവ് നമുക്കെല്ലാം വേണ്ടി നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന്, ദൗത്യം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ ജീവിതത്തിന്റെ സാരാംശം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിൽ നിന്ന് തന്നെയുള്ള മനുഷ്യരെ പ്രവാചകന്മാരായി നിയോഗിച്ചുകൊണ്ട് അവർക്ക് വെളിപാടുകൾ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരിലൂടെ നമ്മൾക്ക് കൈമാറി തന്ന സന്ദേശത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. ആ മതത്തെയാണ്
പരിശുദ്ധ ഖുർആൻ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ലോകത്തുണ്ടായി തീർന്ന പുതിയൊരു മതമായിട്ടല്ല, മറിച്ച് ആദിമ മനുഷ്യൻ മുതൽ ലോകത്ത് നിലനിന്ന എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത, മോശയും യേശുവും അടക്കമുള്ള മഹാപ്രവാചകന്മാർ പ്രബോധനം ചെയ്ത പടച്ച തമ്പുരാനിൽ നിന്നുള്ള മാർഗദർശനത്തെയാണ് ഖുർആൻ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. ആ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ അവസാനത്തെ ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ചു കൊടുത്ത അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുമുള്ളത്, അവിടുത്തെ അധ്യാപനങ്ങളിലുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യമാണ്. അതുകൊണ്ട് നമ്മൾ മതം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്മാരിലൂടെ നമ്മൾക്ക് കൈമാറി കിട്ടിയ സന്ദേശം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച സന്ദേശം, അവിടുത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനാകുന്ന അന്തിമ വേദഗ്രന്ഥത്തിലൂടെ നമ്മൾക്ക് കൈമാറി കിട്ടിയ സന്ദേശം, ആ സന്ദേശത്തെ യഥാർത്ഥത്തിൽ പഠന വിധേയമാക്കാൻ, പരിശോധനാ വിധേയമാക്കാൻ എല്ലാ സഹോദരങ്ങളും സന്നദ്ധമാകണം എന്ന് മാത്രമാണ് ഇവിടെ അഭ്യർത്ഥിക്കുവാനുള്ളത്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കിടയിലേക്ക് മാത്രമായി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനുമല്ല. ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുമായി നിയോഗിക്കപ്പെട്ട ലോകത്തിന്റെ അന്തിമ പ്രവാചകനാണ് അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിയോഗിച്ച ദൈവദൂതനാണ്. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഇതേപോലെ തന്നെ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അന്തിമ നാൾ വരെയുള്ള മാർഗദർശനത്തിന് വേണ്ടി പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തെ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരിശോധിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. നമ്മളെല്ലാവരും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. മരണത്തോടുകൂടി നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാർശനികമായ വ്യഥ. മരണത്തിന് ശേഷം തിരിച്ചു വന്നവർ, മരിച്ചുപോയി തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വന്നവർ, എന്നിട്ട് എന്താണ് മരണത്തിന് ശേഷം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തന്നവർ ആരുമില്ല. മരണത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തരേണ്ടത് നമ്മളെ സൃഷ്ടിച്ച, നമ്മൾക്ക് ജീവിതം നൽകിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തന്നെയാണ്. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവൻ അയച്ച വേദഗ്രന്ഥങ്ങളിലൂടെ, അവൻ നിയോഗിച്ച പ്രവാചകന്മാരിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മരണത്തോടുകൂടി നമ്മൾ യഥാർത്ഥത്തിൽ ശാശ്വതമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യത്തിന് ശേഷം മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവർ പ്രപഞ്ചനാഥന് മുന്നിൽ അണിയണിയായി നിർത്തപ്പെടും. അവിടെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അളന്നു തൂക്കി തിട്ടപ്പെടുത്തപ്പെടും. അവിടെ ചില മനുഷ്യർ വിജയികളായി തീരുകയും സ്വർഗലോകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും മറ്റു ചില മനുഷ്യർ പ്രപഞ്ച സൃഷ്ടാവിന്റെ കോപത്തിന് പാത്രമായി നരകത്തിലേക്ക് ആപതിക്കുകയും ചെയ്യും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ തൃപ്തി നേടിയെടുക്കുകയും ആ തൃപ്തിയുടെ ഫലമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. തീർച്ചയായും കമ്മ്യു പറഞ്ഞതുപോലെ ആരെങ്കിലും കുറെ തലകുത്തി മറിഞ്ഞതുകൊണ്ട് കിട്ടുന്നൊരു ഉത്തരമല്ലാതെ ആ ഉത്തരവുമായി പ്രവാചകന്മാർ വന്നു, അവർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ആ വേദഗ്രന്ഥങ്ങളിലൂടെ അതാണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇതാണ് ഇസ്ലാമിന്റെ രത്നച്ചുരുക്കം, ഇതാണ് മതത്തിന്റെ രത്നച്ചുരുക്കം. നമ്മൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായി നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നു. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം നമ്മൾ ദൈവമായി സ്വീകരിക്കുന്നു, അവന് മുന്നിൽ പ്രണമിക്കുന്നു, അവന് ആരാധനകൾ അർപ്പിക്കുന്നു, മാർഗദർശനത്തിന് വേണ്ടി അവനിലേക്ക് തന്നെ തിരിയുന്നു. അപ്പോൾ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇവിടേക്ക് നിയോഗിച്ച പ്രവാചകന്മാരെ നമ്മൾ കാണുന്നു, അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥങ്ങളെ നമ്മൾ കണ്ടെത്തുന്നു. അവരിൽ ആ വേദഗ്രന്ഥത്തിന്റെ അവസാനത്തെ പതിപ്പായ പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ആ വേദഗ്രന്ഥവുമായി കടന്നു ചെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പരിചയപ്പെടുന്നു. അവിടെ നമ്മൾ വെളിച്ചം കാണുകയാണ്. ഒരുപാട് നാളത്തെ നമ്മുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ തുരങ്കത്തിന്റെ അറ്റത്ത് നമ്മൾ വെളിച്ചം കാണുകയാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഒരുപാട് സത്യാന്വേഷികൾക്കുണ്ടായിട്ടുള്ള മഹാ അനുഭവമാണിത്. അതുകൊണ്ട് ഖുർആനിനെ കുറിച്ച്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുവാൻ സന്നദ്ധമാവുക. ഞാൻ എന്റെ സംസാരം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയൊരു അധ്യായമുണ്ട്, സൂറത്തുൽ അസ്ർ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും
കാലം തന്നെയാണ് സത്യം. മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, മനുഷ്യരെല്ലാവരും പരാജയപ്പെടാനുള്ളവരാണ്, മനുഷ്യരെല്ലാവരും മരണാനന്തര ജീവിതത്തിൽ ഭീകരമായ ഖേദം വരാനുള്ളവരാണ്. അവരിൽ നിന്ന് ചില ആളുകൾ ഒഴികെ, ചില മനുഷ്യരൊഴികെ ആരാണ് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുക? ഇല്ലല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അവിടെ വിശ്വസിച്ചവർ, പ്രപഞ്ചനാഥനിൽ വിശ്വസിച്ചവർ, അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരിൽ വിശ്വസിച്ചവർ, അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചവർ, ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളിൽ അറിയിക്കപ്പെട്ട കാര്യങ്ങളെയെല്ലാം സത്യപ്പെടുത്തിയവർ, വ അമിലുസ് സ്വാലിഹാത്ത്, ആ വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും ചുവട് പിടിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ, നന്മ ചെയ്തവർ, ഭൂമിയിൽ ഇവിടെ നന്മയുടെ, നീതിയുടെ, സത്യത്തിന്റെ വലിയ വലിയ കവിതകൾ സ്വന്തം ജീവിതം കൊണ്ട് രചിച്ചവർ, അവരാണ് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്. ഈ സത്യത്തെക്കുറിച്ച് മനുഷ്യരെ ഉപദേശിക്കുകയും തെര്യപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ, ആ രംഗത്തുണ്ടായ പരീക്ഷണങ്ങളെ ക്ഷമയോടുകൂടി നേരിട്ടവർ, അവർ മാത്രമാണ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാം എന്താണ് എന്ന് വളരെ സംക്ഷിപ്തമായി, എന്തുകൊണ്ട് ഇസ്ലാം പ്രസക്തമാകുന്നു എന്ന്, എന്തുകൊണ്ട് ഇസ്ലാം അജയ്യമാകുന്നു എന്ന്, എന്തുകൊണ്ട് ഇസ്ലാം അന്യൂനമാകുന്നു എന്ന്, അതിൻ്റെ ദാർശനികമായ അടിത്തറയാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. അത് അജയ്യമാകാനും അന്യൂനമാകാനുമുള്ള കാരണം അതേതെങ്കിലും മനുഷ്യന്റെ ചിന്തയല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്നുള്ള മാർഗദർശനമാണ് എന്നതാണ്. ഇനിയും നിങ്ങൾക്കുള്ള അവസരമാണ്. ഇസ്ലാമിനെ പറ്റി നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാകാം, അറിയാത്ത കാര്യങ്ങളുണ്ടാകാം. ഇസ്ലാമിനെ കുറിച്ച് നമ്മളുടെ മനസ്സിൽ ശരിയായ ധാരണകൾ ഉണ്ടാകാം, തെറ്റായ ധാരണകൾ ഉണ്ടാകാം. ഞാൻ പറയുന്നത്, ഈ ധാരണകൾ, നമ്മളുടെ ചോദ്യങ്ങൾ, നമ്മളുടെ സംശയങ്ങൾ, ഇവയൊന്നും തന്നെ നമ്മളുടെ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല. അവ നമ്മൾ തുറന്ന് പങ്കുവെക്കുക, നമ്മൾ ചോദിക്കുക, നമ്മൾ സംശയങ്ങൾ ഉന്നയിക്കുക, നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുക. അങ്ങനെ സംവാദത്തിന്റെ, ചർച്ചയുടെ ഒരു സംസ്കാരത്തെ നമ്മൾ കെട്ടിപ്പടുക്കുക. അത് തീർച്ചയായും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. വിശേഷിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചുമെല്ലാം ഭീകരമായ തെറ്റിദ്ധാരണകൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇതേപോലെയുള്ളൊരു സായാഹ്ന സദസ്സ് മനോഹരമായ, സർഗാത്മകമായ ഒരു തിരുത്തായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യോത്തരവേദിയെ ധന്യമാക്കണമെന്ന്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും വൈജ്ഞാനികമായ, ആശയപരമായ ശാക്തീകരണം നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സംവാദത്തിന് കളമൊരുക്കണമെന്നും വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.